തൊഴിൽ മേഖലയിൽ ശമ്പള വർധനവ് എങ്ങനെ ലഭിക്കും? ഈ ശമ്പള വർധനവ് ലഭിക്കപ്പെടണമെങ്കിൽ ജ്യോതിഷനെ കണ്ടിട്ടോ തിരുമീനിയെ കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോസായിട്ടുള്ള അല്ലെ മേലധികാരിയായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ശമ്പളം ലഭിക്കപ്പെടുക, നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുക എന്നൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഭാഗം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ജ്യോതിഷൻ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ശമ്പളം വർദ്ധിക്കുക എന്ന് പറയുന്നത്, നമ്മൾ കൂടെ ഒരുപാട് നാള് ഒരേ സ്ഥലത്ത് ജോലി ചെയ്തു എന്നിട്ടും നമുക്ക് ഒരു മാറ്റവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ആ കമ്പനിയിൽ നിന്നിട്ട് അല്ലെ ജോലി സ്ഥലത്ത് നിന്നിട്ട് എന്നും കൊന്നും ഒരുപോലെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്ക് ആ കിട്ടുന്നത് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നത്. പക്ഷെ നമുക്ക് ശമ്പളം വർദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ദശാപഹാരങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദശാസന്ധിയിൽ മാറണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി മാറണം, നമ്മൾ നിൽക്കുന്ന തൊഴിൽ മേഖല മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികം അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏത് സമയമാണ് നമുക്ക് മാറേണ്ടത്, ഏത് ദശാപഹാരങ്ങളിലാണ് നമുക്ക് മാറേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തൊഴിൽപരമായ ഒരു സമ്പത്ത് ലഭിക്കപ്പെടുക എന്ന് പറയുന്നത് ജാതക പ്രകാരം 2ാം ഭാവം വിദ്യാകാരക യോഗഫലമുള്ള തൊഴിൽപരമായ യോഗഫലം ഉണ്ടാകുന്ന ഭാവം തന്നെയാണ്. 10ാം ഭാവം കർമ്മഭാവപുഷ്ടി യോഗഫലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ കണക്കാക്കുന്ന ഒരു ഭാവം തന്നെയാണ്. ഈ ഒരു ഭാവത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യസമയം എപ്പോഴാണ് എന്നുള്ളത് അറിയുന്നത് വളരെ നന്നായിരിക്കും. അതനുസരിച്ച് വേണം നമ്മൾ കമ്പനി മാറുക, ജോലി മാറുക, ശമ്പളം കൂട്ടിക്കിട്ടുമെന്ന് ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ലഭിക്കപ്പെടേണ്ടത് ആ ഒരു സമയത്താണ്. ജാതകപ്രകാരം